മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മണ്ണിലും വിണ്ണിലും മിഴിതീർന്നതോടെ ക്രിസ്മസ് ആഘോഷത്തിനായി നാട് ആഹ്ലാദരംഗമായി. വീടുകളിൽ ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനായി പുൽക്കൂട് ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും. നക്ഷത്രത്തിളക്കമാണ് എവിടെയും. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മണ്ണിലും വിണ്ണിലും മിഴി തുറന്നതോടെ ക്രിസ്മസ് ആഘോഷത്തിനായി നാട് ആഹ്ലാദ ലഹരിയിലാണ്. വീടുകളിൽ ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിനായി പുൽക്കൂട് ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും. പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ സ്വീകരിക്കാനായി നാടൊരുങ്ങിക്കഴിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 12-നാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പിറവിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനായി ദേവാലയങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ പള്ളികളിലും ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം വയ്ക്കുന്നതിനായി പുൽക്കൂടും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ഒരുക്കിക്കഴിഞ്ഞു. രാത്രി നടക്കുന്ന ക്രിസ്മസിന്റെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പള്ളികളിൽ കേക്ക് വിതരണവും ക്രിസ്മസ് ട്രീ, കരോൾ ഗാന മത്സരങ്ങളും ക്രിസ്മസ് കരോൾ തുടങ്ങിയവയും നടക്കും. അനുതാപത്തിന്റെ കൂദാശ സ്വീകരിച്ച് വിശ്വാസികളെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. ബന്ധുവീടുകൾ സന്ദർശിച്ചും അയൽക്കാർക്ക് കേക്ക് വിതരണം ചെയ്തും സന്തോഷം പങ്കുവയ്ക്കാനുള്ള അവസരമായാണ് ക്രിസ്മസ് ആഘോഷത്തെ കാണുന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നാടും നഗര വ്യത്യാസവുമില്ലാതെ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ എത്തും. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു എന്നു തുടങ്ങുന്ന ക്രിസ്മസ് ഗാനത്തിന്റെയും സാന്താക്ലോസിന്റെയും അകമ്പടിയോടെ വീടുകളിലെത്തുന്ന കരോൾ സംഘങ്ങളെ വരവേൽക്കാൻ മുതിർന്നവർക്കൊപ്പം കൊച്ചുകുട്ടികളും ഉറക്കമുളച്ച് കാത്തിരിക്കും. കരോൾ ഗാനത്തിന്റെയും മേളത്തിന്റെയും എല്ലാം അകമ്പടിയോടെ എത്തുന്ന സംഘത്തിൽ നിന്ന് മിഠായിയും മറ്റും വാങ്ങുന്നതിനായി കുട്ടികൾ മത്സരിക്കും. ക്രിസ്മസ് ആഘോഷം പൊടിപൂരമാക്കുന്നതിന് പടക്കവും പൂത്തിരിയുമെല്ലാം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കഴിഞ്ഞു. പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ്, ചക്രം, മാലപ്പടക്കം, 7 ഷൂട്ട്, റോക്കറ്റ്, കിറ്റ്കാറ്റ്, ഗുണ്ട്, ചൈനീസ് ഐറ്റങ്ങളാണ് കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. 5 രൂപയിൽ തുടങ്ങി 750 രൂപ വരെ വിലയുള്ള പടക്കങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. മത്സ്യമാംസാദികളുടെ വിൽപ്പനയും തകൃതിയാകും. 1 മാസത്തോളമായി നോമ്പിലായിരുന്ന വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിനായി ഇവയെല്ലാം കൂടുതലായി വാങ്ങുമ്പോൾ നല്ല കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. മത്സ്യത്തിനും മാംസത്തിനുമെല്ലാം അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നത് സാമ്പത്തിക ക്ലേശം വർദ്ധിക്കുമെന്ന പേടിയും ജനങ്ങൾക്കിടയിലുണ്ട്. എങ്കിലും ആഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. കേക്ക്, പടക്കം വിപണികളാണ് കൂടുതൽ സജീവമായിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്കൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും വഴിയോര കച്ചവടക്കാരും വിപണികൾ സജീവമാക്കുന്നതിന് മുൻപന്തിയിലുണ്ട്. വിവിധ രൂപത്തിലും ഭാവങ്ങളിലുമുള്ള കേക്കുകളാണ് വിപണി കൈയടക്കിയിരിക്കുന്നത്. VBC ന്യൂസ്, തൊടുപുഴ.